Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിൽ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് First question, find the equation of line through the points A, 1, 3 and B, 0, 0 using determinants. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡിറ്റർമിനന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റ്സ് 1, 3 അതായത് x1, y1 അത് നമ്മൾ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം. ഓക്കെ, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് 0, 0 ആൻഡ് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് ആ അൺനോൺസിന്റെ എക്സും വൈയും, പിന്നെ ലാസ്റ്റ് റോ നമ്മൾ 1, 1, 1 എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു 0 ആണ് കംപ്ലീറ്റ് ഇക്വേഷൻ ഫോം. ഇനി നമ്മൾ ജസ്റ്റ് ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുക. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 1 × 0 × 1 മൈനസ് y അല്ലേ. സോ 1 × 0 മൈനസ് y. ഇനി നെക്സ്റ്റ് ടേം 0 ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. ലാസ്റ്റ് വൺ ഇതേപോലെ x × 3 - 0. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3x - y = 0 കിട്ടും. അതായത് y = 3x. y അങ്ങോട്ട് കൊണ്ടുപോയാൽ y = 3x. Second problem, the vertices of a triangle are 0, 2, 0, 3, 4, 6. Then area of the triangle is. അപ്പോൾ നമുക്ക് vertices തന്നിട്ടുണ്ട് മൂന്നെണ്ണം അല്ലേ. സോ x1, y1, x2, y2, x3, y3 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ x1, x2, x3 അത് ഫസ്റ്റ് കോളം ആയിട്ട് ചെയ്ത് y1, y2, y3 സെക്കൻഡ് കോളം 1, 1, 1 ലാസ്റ്റ് കോളം. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ 1/2 ഓഫ് ആണ് ഫോർമുലയിലുള്ളത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 1/2 ഓഫ് ഡിറ്റർമിനന്റ്. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന വെർട്ടിസസ് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ x1, x2, x3 അതായത് 0, 0, 4 അത് ഫസ്റ്റ് കോളം ആയിട്ട് ചെയ്ത്. ഓക്കെ, 0, 0, 4 എന്നുള്ളത് ഫസ്റ്റ് കോളം. സെക്കൻഡ് എന്ന് പറയുന്നത് 2, 3, 6 2, 3, 6 സെക്കൻഡ് കോളം. ലാസ്റ്റ് വൺ 1, 1, 1. ഇനി നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ -4 കിട്ടും, ഡിനോമിനേറ്ററിൽ 2. അതായത് ഈ 2 എന്ന് പറയുന്നത് 1/2 2 ആണ്. സോ -4/2 -2 ആണ്. പക്ഷേ ഏരിയ ആയതുകൊണ്ട് നമ്മൾ മോഡുലസ് വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ വാല്യൂ എന്താ വരിക? 2 ആണ് ആൻസർ. Next question, find the values of x for which determinant 3x x1 is equal to determinant 3, 2, 4, 1. അപ്പോൾ LHS = RHS അല്ലേ. അപ്പോൾ രണ്ട് കേസിലും ഇതേപോലെ ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. സോ 3 - x² അതാണ് LHS വരിക. ഇനി RHS എന്താ വരിക? 3 - 8. ഓക്കെ, അതിൽ നിന്ന് x² എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ x² = 8 കിട്ടും. അപ്പോൾ x എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 8 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ 2 × 4 അതായത് √4 എന്ന് പറയുന്നത് 2 ആണ്. 2 √2 വരും. പക്ഷേ സ്ക്വയർ റൂട്ട് എടുക്കുന്നതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യണം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് -2, -3, 3, 2, -1, -8. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സെയിം ഫോർമുല 1/2 x1, x2, x3 y1, y2, y3 1, 1, 1 ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് വെർട്ടിസസ് നമ്മൾ ഇതേപോലെ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റിൽ ഫസ്റ്റ് വൺ -2, 3, -1 ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം -3, 2, -8 ആൻഡ് ലാസ്റ്റ് കോളം 1, 1, 1. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ -30 കിട്ടും, ഡിനോമിനേറ്റർ ഇസ് ഓൾറെഡി 2. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് -15 ആണ്. അപ്പോൾ ഇതിന്റെ മോഡുലസ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സോ 15 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. ഈ ഒരു ഫോർമുലയും ഡയറക്റ്റ് ഫോർമുലയാണ്, ഇങ്ങനെയും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഡിറ്റർമിനന്റ് ഫോർമുല ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് എഴുതുക, അല്ലെങ്കിൽ ഹാഫ് ഓഫ് x1 × y2 - y3 plus x2 × y3 - y1 plus x3 × y1 - y2. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഓർഡറിൽ x1 y1 x2 y2 x3 y3 ഇത് ഓർഡർ അറിയാലോ. ആ കറക്റ്റ് ഓർഡറിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് ഈ ഡയറക്റ്റ് ഫോർമുലയിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് പ്രൂവ് ദാറ്റ് ഡിറ്റർമിനന്റ് 1a a², 1b b², 1c c² is equal to a - b × b - c × c - a. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് യൂസ് ചെയ്തിട്ട് വേണം LHS = RHS പ്രൂവ് ചെയ്യാം. സോ ആദ്യം തന്നെ LHS എടുക്കുക. ഇനി നമ്മൾ എലമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുക. അതായത് രണ്ട് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് R2 is changed to R2 - R1. അതായത് സെക്കൻഡ് റോ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ. അപ്പോൾ എന്ത് കിട്ടും? ഓരോ എലമെന്റ്സും മൈനസ് ചെയ്യുക. 1 - 1 b - a b² - a² അല്ലേ. സോ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുക 1a a². സെക്കൻഡ് റോ എന്താ വരിക? 0 1 - 1 0. ദെൻ b - a സെക്കൻഡ്
എലമെന്റ് ആൻഡ് തേർഡ് എലമെന്റ് എന്താ വരിക ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതേപോലെ അടുത്ത ട്രാൻസ്ഫോർമേഷൻ സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, 1 by 1 ചെയ്യണമെന്നൊന്നുമില്ല, ഒരേ സമയത്ത് തന്നെ ചെയ്യാം. സോ R3 ട്രാൻസ്ഫോം ടു R3 മൈനസ് R1. അഗെയിൻ ഇതേപോലെ 1 മൈനസ് 1 സി മൈനസ് എ, സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ 0 സി മൈനസ് എ, സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി ചെയ്യേണ്ടത് ഇപ്പൊ സെക്കൻഡ് റോയിലത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താ 0 ബി മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെ. ഈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ. ക്ലിയർ ആയല്ലോ. സോ നമുക്ക് ഇവിടെ ഈ ഒരു ബി മൈനസ് എ എന്ന് പറയുന്ന ടേം കോമൺ ആണ്. ഫസ്റ്റ് ടേം ഓൾറെഡി 0 ആണ്, അതൊന്ന് എന്തെങ്കിലും ഔട്ട്സൈഡ് എടുത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ ബി മൈനസ് എ ടേം നമ്മൾ ഔട്ട്സൈഡ് എടുക്കാൻ പോകണം സെക്കൻഡ് റോ. അതേപോലെ തന്നെ ലാസ്റ്റ് റോ നോക്കിയാൽ അറിയാം 0 സി മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതിൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ഇതേപോലെ സി മൈനസ് എ ഇൻറ്റു സി പ്ലസ് എ എക്സ്പ്രസ് ചെയ്യാം. സോ തേർഡ് റോയിൽ നിന്ന് നമുക്ക് സി മൈനസ് എ കോമൺ ഫാക്ടർ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് ഉള്ളിൽ വരുന്ന വാല്യൂസ് എന്താ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 1a a സ്ക്വയർ. ഇത് ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് ആണ്, കോമൺ ഫാക്ടർ ഔട്ട്സൈഡ് എടുത്തത്. ഫ്രം ഈ ഒരു റോന്ന് ആ പെർട്ടിക്കുലർ എലമെന്റ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടേം കോമൺ ആയിട്ട് വരുന്നത് ഔട്ട്സൈഡ് എടുക്കാം. ഇപ്പൊ 0 ഇനി സി ബി മൈനസ് എ ഔട്ട്സൈഡ് എടുത്തു. സോ സെക്കൻഡ് റോ എന്താ വരിക 0 1 ബി പ്ലസ് എ. ഇനി അതേപോലെ തേർഡ് റോ ഒന്ന് സി മൈനസ് എ എടുത്തപ്പോൾ 0 1 സി പ്ലസ് എ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതേപോലെ ഇത് ഡിറ്റർമിനന്റ് അല്ലേ, ആ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഒന്ന് റേസ് ചെയ്തോട്ടെ. സോ ഇവിടെ നോക്കി അറിയാം ഓൾറെഡി ഈ ടേംസ് ഇവിടെ ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ. ഇനി നമുക്ക് 1 ഇൻറ്റു ജസ്റ്റ് ക്രോസ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. 1 ഇൻറ്റു സി പ്ലസ് എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എ, അതായത് സി പ്ലസ് എ മൈനസ് ഓഫ് ബി പ്ലസ് എ. ഇനി ബാക്കി ടേംസ് എന്തെങ്കിലും വരും എ ഇൻറ്റു 0 ഇൻറ്റു ഇത് മൈനസ് 0 ഇൻറ്റു ഇത്, പിന്നെ അഗെയിൻ എ സ്ക്വയർ ഇൻറ്റു 0 ഇൻറ്റു മൈനസ് 0 ഇൻറ്റു ആ ടേംസ് ആണ് വരിക. സോ ബാക്കി ഏത് ടേംസ് എടുത്താലും 0 ആണ് വരിക. സെക്കൻഡ് ആൻഡ് തേർഡ് ടേം 0 ആയിപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടേം മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഈ ടേം എന്താ വരിക സി പ്ലസ് എ മൈനസ് ബി മൈനസ് എ. മൈനസ് ഓഫ് ബി പ്ലസ് എയിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് ബി മൈനസ് എ. അപ്പോൾ എ മൈനസ് എ ക്യാൻസൽ ആയി സി മൈനസ് ബി കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ എ മൈനസ്, അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ബി മൈനസ് എ ഇൻറ്റു ഇതേപോലെ സി മൈനസ് ബി ഇൻറ്റു സി മൈനസ് എ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഏത് ഫോമുല എ മൈനസ് ബി ബി മൈനസ് സി ആൻഡ് ദെൻ സി മൈനസ് എ. ഇപ്പോൾ ഓൾറെഡി സി മൈനസ് എ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ബി മൈനസ് എയും സി മൈനസ് ബിന്നും മൈനസ് പുറത്തേക്ക് എടുക്കുക. കാരണം എന്താ എ മൈനസ് ബി ബി മൈനസ് സി ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഓരോ ടേമിന്നും ഓരോ നെഗറ്റീവ് ഔട്ട്സൈഡ് എടുക്കാം. അപ്പം നമുക്ക് ബ്രാക്കറ്റുള്ളിൽ സൈൻ റിവേഴ്സ് ആണ് അല്ലേ. അപ്പം അങ്ങനെ രണ്ട് നെഗറ്റീവ് ഔട്ട്സൈഡ് എടുത്താൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ നമുക്ക് ഈ എക്സ്പ്രഷനും മാറ്റം വരില്ല. അഗെയിൻ നമുക്ക് ക്വസ്റ്റ്യനിൽ RHSൽ അതേ ഫോം തന്നെ കിട്ടും. എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ.